വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു വഴുതനങ്ങ തോരനുണ്ടാക്കാം. അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് വഴുതനങ്ങ വെള്ളത്തിലേക്ക് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. അതിലൊരു കറയുണ്ട്, അപ്പോൾ അത് കഴുകി കളഞ്ഞ് എടുക്കണം. കഴുകി കളഞ്ഞ് പിഴിഞ്ഞെടുക്കണം. അതിലേക്ക് ഒരു സവാളയും ഒരു 2 പിടി തേങ്ങയും 3 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ മിക്സ് ചെയ്തേക്കുന്നതാണ്. ഈ മിക്സ് ചെയ്തേക്കുന്ന വഴുതനങ്ങ കൂട്ട് നമുക്ക് ഈ കടായിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിതിൽ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല. വെള്ളമില്ലാതെ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിക്കുന്നവരുണ്ട്, വെള്ളം ഒഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം. പക്ഷേ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ ഓയിലിൽ തന്നെ വേവിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, അടി പിടിക്കാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ചിലർക്ക് ഈ വഴുതനങ്ങ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി, ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട. ചിലർക്ക് നന്നായിട്ട് വേകുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി ഫ്ലെയിം ഓഫ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ അത്യാവശ്യം വേവിക്കുന്നുണ്ട്, എന്നാൽ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകുന്നുമില്ല, ഒത്തിരി വേവാതിരിക്കുന്നുമില്ല. ആ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളിതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഓയിൽ കുറവാണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് അടുക്കി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടെ യൂസ് ചെയ്യാം. ഞാൻ തേങ്ങ വളരെ കുറച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ തേങ്ങ യൂസ് ചെയ്യാം കേട്ടോ. തേങ്ങ എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും അതിന്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു തോരനാണ്. ഇപ്പോൾ നമുക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മളിത് മൂടി വെച്ചേച്ച് പോവാൻ പറ്റത്തില്ല. ഇതിൻ്റെ അടുത്ത് തന്നെ നിന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് രുചികരമായ രീതിയിൽ ഉണ്ടാക്കി നല്ല ടേസ്റ്റുമാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.